എല്ലാവർക്കും നമസ്കാരം. നമ്മളൊന്ന് സംസാരിക്കുന്നത് ഒരു കുട്ടിയെ ഡ്രോയിങ് ക്ലാസ്സിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ താല്പര്യം നോക്കിയാണ് പലപ്പോഴും നമ്മൾ സ്കൂൾ ചേർക്കാറുള്ളത്. മക്കൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ വരയ്ക്കാറുണ്ട്, അപ്പം നമ്മൾ ഡ്രോയിങ് ക്ലാസ് കൊണ്ടുപോയി ചേർക്കും. ചേർക്കുന്ന സമയത്ത് ഒരു 2-3 മാസമൊക്കെ കുട്ടികൾ കൃത്യമായ രീതിയിൽ പോകും. പിന്നെ കുട്ടികൾക്ക് മടി പിടിക്കും. നമ്മൾ അത്തരം കാര്യങ്ങൾ പിന്നെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ കുട്ടികൾ അത്ര റിസ്ക് എടുത്തിട്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ടുപോയി സമയത്ത് കുറച്ച് ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മടി വരുന്ന സ്വഭാവം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഡ്രോയിങ് ക്ലാസ്സിലേക്ക് ചേർക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളൊരു ക്ലാസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ക്ലാസ്സിനെ പറ്റി വിശദമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. അതിനുശേഷം ഫീസ് സ്ട്രക്ചർ നോക്കുക. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന പാക്കേജ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് പറയാൻ കാരണം, മറ്റുള്ള കുട്ടികളുടെ പാക്കേജ് നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. നിങ്ങളുടെ പാക്കേജ്, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച പാക്കേജ് മാത്രം തിരഞ്ഞെടുക്കുക. എങ്കിലേ ക്ലാസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ മക്കളടുത്ത് സംസാരിക്കുക. ഇങ്ങനെ ക്ലാസ്സിൽ ചേർക്കാൻ പോവുകയാണ്. ആ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ആദ്യം എൻക്വയറി നടത്തുക. അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങളെ മക്കളോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ക്ലാസ്സുകൾ ഇത്ര രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ അതിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തുക, ഞാൻ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ആദ്യം നിങ്ങൾ സ്വയം വരുത്തണം, രക്ഷിതാക്കൾ വരുത്തണം. ഈ ക്ലാസ് മകനോ മകളോ കംപ്ലീറ്റ് എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യിക്കുക. ജോയിൻ ചെയ്ത് കഴിയുന്ന സമയത്ത് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കുള്ള എല്ലാ സംശയം എന്തുണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. ഡ്രോയിങ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ ടൈം ബാർ നിങ്ങളുടെ കറക്റ്റ് ആണോ, നിങ്ങൾക്ക് വേണ്ട ടൈമിന് അവിടെ ക്ലാസ് ഉണ്ടോ, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ക്ലാസ് കിട്ടുമോ, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അഡ്മിഷൻ ഫോളോ ചെയ്യുക. ഇല്ലെങ്കിൽ വരുന്നൊരു ബുദ്ധിമുട്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ പലപ്പോഴും പല രക്ഷിതാക്കളും നിറ മൂളി കേൾക്കും. പക്ഷെ അതിൻ്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കില്ല. ഏതൊക്കെ ടൈമാണ് ക്ലാസ്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നത്, എങ്ങനെയൊക്കെയാണ് ക്ലാസ്സിൻ്റെ മറ്റുള്ള രീതികൾ, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. എന്നതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലായി പോകേണ്ടതുണ്ട്. ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അന്നത്തെ ക്ലാസ്സിനകത്ത് എടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിടത്ത് നിനക്ക് മനസ്സിലായോ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അടുത്ത നടപടിയിലേക്ക് മുന്നോട്ട് പോവുക. അന്നത്തെ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഒരു ചാർട്ട് തയ്യാറാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ഡയറി മാതിരി വാങ്ങിയതിന് ശേഷം ഏത് ദിവസം നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ആ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളെ പറ്റി ഇതിലേക്ക് വിവരണം കൊടുക്കുക. ആ ക്ലാസ്സിൻ്റെ നിങ്ങളുടെ ഒരു നോട്ടിഫൈ ചെയ്ത് കൊടുക്കുക. എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അതിനകത്ത് കൊടുക്കുക. മനസ്സിലായോ ഇല്ലയോ, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം, അതൊക്കെ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഇതേ രീതി ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലായി പോകും. അതുപോലെ തന്നെ മീഡിയങ്ങൾ മാറുന്ന സമയത്ത് പലപ്പോഴും പല കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ അധ്യാപകരോട് ചോദിക്കുക, എന്താണ് പുതിയ മീഡിയത്തിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സാറ് പറഞ്ഞ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായില്ല, അത് ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ള ഒരു പ്രവണത മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ അധ്യാപകരുമായി ഡിസ്കസ് ചെയ്യുക. ഹോംവർക്ക് കിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യുക. ഹോംവർക്കിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധ്യാപകരുമായി സംസാരിച്ചതിന് ശേഷം എന്താണ് അതിനുള്ള പോം വഴി എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങൾ കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല,
അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് മടി വരും. മടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അതുവരെ എടുത്ത ക്ലാസ്സിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ബാച്ചിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോകും. അതുവരെ എടുത്ത് ആ ബാച്ചിനകത്ത് എടുക്കുന്ന ക്ലാസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ പരമാവധി ക്ലാസ്സിൽ മിസ്സാക്കാണ്ടിരിക്കുക, കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇനി ഒരു ക്ലാസ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിനകത്തുള്ള മറ്റുള്ള കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കുക ഇന്നത്തെ ക്ലാസ്സിനകത്ത് എന്തെടുത്തത്, അത് അവരിൽ നിന്ന് നോട്ട് വാങ്ങിയിട്ട് അത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക, വരച്ച് ഫില്ല് ചെയ്യുക. ഇത്ര രീതി ഫോളോ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. മറ്റൊന്ന്, നിങ്ങൾക്ക് അധ്യാപകർ പറഞ്ഞു തരുന്ന മെറ്റീരിയൽസുകൾ പലപ്പോഴും പല രക്ഷിതാക്കളും ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടുന്ന് വാങ്ങേണ്ട മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ വാങ്ങുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റാൻഡേർഡ് സാധനമായിരിക്കില്ല നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് അറിവില്ലാത്തൊരു പ്രശ്നം കൊണ്ടാണ് സംഭവിക്കുന്നത് അവിടെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും റിസ്ക് എടുത്ത് നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ പിശുക്കത്തരം കാണിക്കാൻ പാടില്ല. ബ്രാൻഡഡ് സാധനം തന്നെ വാങ്ങിക്കൊടുക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു മാനദണ്ഡം തന്നിട്ടുണ്ടാവും സ്കൂളിൽ. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന് വെച്ചാൽ ആ സ്കൂളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന സാധനങ്ങൾ വാങ്ങണം. അവർ വെറുതെ പറയല്ലത്, ആ സാധനത്തിൻ്റെ എക്സ്പീരിയൻസ് അവർക്കുണ്ട്, അതുകൊണ്ടാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള അവർ പറഞ്ഞ സാധനം, നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിക്കൊടുക്കുക. വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് പറഞ്ഞുള്ള എല്ലാ മെറ്റീരിയൽസും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക, നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുക. പലപ്പോഴും നിങ്ങൾ വാങ്ങുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായിട്ട് നിങ്ങൾക്കൊന്ന് ഫോണിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ അപ്പോൾ ഇന്ന ഷോപ്പിൽ നിന്ന് ഇന്ന സാധനമാണ് വാങ്ങുന്നത്, ആ സാധനം വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് വാട്സപ്പ് ഇപ്പോൾ സംവിധാനങ്ങളുണ്ടല്ലോ, വാട്സപ്പ് വഴി അയച്ചു കൊടുക്കാം. ഇതാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനം, ഇതന്നെയാണോ നമ്മൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് ആ സാറുമായി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. എന്നതിന് ശേഷം മാത്രം വാങ്ങുക. വാങ്ങുന്ന സമയത്ത് പേക്കഡ് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം, പലപ്പോഴും വർഷങ്ങൾക്ക് മുന്നേ പേക്ക് ചെയ്ത് വെച്ച പല സാധനങ്ങളുണ്ടായിരിക്കും. അതൊരു പക്ഷെ ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കാം. പല പെയിൻറ്റുകൾ വാങ്ങുമ്പോഴും ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അത് എക്സ്പയറി ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് വേണ്ട രീതിയിലുള്ള പെർഫെക്ഷൻ കിട്ടില്ല, വർക്കുകൾ പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നുള്ള കംപ്ലൈൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ബ്രാൻഡഡ് സാധനം വാങ്ങിക്കുക. നിങ്ങളോട് വാങ്ങാൻ പറഞ്ഞ സാധനം മാത്രം വാങ്ങിക്കുക. ആവശ്യമില്ലാത്ത സാധനമൊന്നും വാങ്ങണമെന്നില്ല, ആവശ്യമുള്ളത് മാത്രമേ അവർ പറഞ്ഞു തരുള്ളൂ, അത് മാത്രം വാങ്ങിക്കുക. വാങ്ങിയതിന് ശേഷം ഉറപ്പ് വരുത്തുക ഇതിനല്ലേ എന്നുള്ളത്. പിന്നെ മെറ്റീരിയൽസ് കൃത്യമായിട്ട് സൂക്ഷിക്കാൻ പഠിക്കുക. അത് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു മെറ്റീരിയൽസ് നമ്മൾ വാങ്ങുന്ന ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എങ്ങനെ സൂക്ഷിക്കണം, അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള രീതിയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത്തരം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയം നിങ്ങൾ എടുക്കുന്ന അധ്യാപകരുമായി സംസാരിക്കാം, ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മക്കളെ മെറ്റീരിയൽസ് സൂക്ഷിക്കേണ്ടത്. അത്തരം കാലം ശ്രദ്ധിക്കുക. പിന്നെ പരമാവധി പറഞ്ഞുള്ള GSM പേപ്പർ, ലോക്കൽ പേപ്പർ ഒന്നും വാങ്ങിക്കൊടുക്കരുത്. അവിടെ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ടായി ഇന്ന പേപ്പർ, ഇത്ര GSM ഉള്ള പേപ്പർ വാങ്ങണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് മാത്രം വാങ്ങിക്കൊടുക്കുക. അത് നിങ്ങളെ മക്കളെ വർക്കിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഓരോ മീഡിയങ്ങൾ മാറുമ്പോൾ GSM വ്യത്യാസം വരാറുണ്ട്, അത് ചോദിച്ച് മനസ്സിലാക്കുക. ബ്രഷുകളുടെ നമ്പറുകൾ അതിനൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും വൃത്തിയും നല്ല രീതിയിലുള്ള ഒരു സംരക്ഷണവും ഉണ്ടാക്കി കൊണ്ടുപോകാൻ നമ്മളെ മക്കളെ നമ്മൾ ആദ്യം തന്നെ പഠിപ്പിക്കുക. പലപ്പോഴും പല കുട്ടികളും പെയിൻറ് അനാവശ്യമായ രീതിയിലാണ് ഉപയോഗിക്കാറ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഡാമേജ് ആവും, അടുത്ത പെയിൻറ് വാങ്ങേണ്ട അവസ്ഥ വരും. അപ്പോൾ അത്തരം ഒരു പെയിൻറ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, അതൊരു മെറ്റീരിയൽസ് വാങ്ങിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുക, എത്ര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് യൂസ് ചെയ്യുന്നത് കൃത്യമായ ഡിസിപ്ലിനോട് കൂടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ അത് ആ രീതിയിൽ തന്നെ മാറ്റി വെച്ചുകൊണ്ട് അതിന് ഉപയോഗിക്കുന്ന രീതിയിൽ കൊണ്ടുപോവുക. ഹോംവർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുക. ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക മക്കളെ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പേപ്പർ ബാലൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ ഫോളോ ചെയ്യുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. എല്ലാ കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഉള്ള നൈറ്റ് ബാച്ചും മോർണിംഗ് ബാച്ചും എല്ലാ ബാച്ചുകളും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും.
അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.